ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത് നമുക്ക് മെയിനായിട്ടും SSC ബാങ്ക് അതേപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേൾഡ് മാപ്പിൽ നിന്ന് തുടങ്ങാം. ഈ വേൾഡ് മാപ്പ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തതെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കാണാം ഇന്ത്യയുടെ ഇവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഈ മെയിനായിട്ട് കാണുമ്പം തന്നെ ഇന്ത്യക്ക് ഇവിടെ നിന്ന് വ്യത്യാസമുണ്ട്. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ കണ്ടൂടെ, ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ സൈസ് ഇതാണ്, ചൈനയുടെ സൈസ് ഇതാണ്, റഷ്യയുടെ സൈസ് ഇതാണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സൈസിൻ്റെ ബേസിസിൽ നമുക്ക് ആദ്യം തന്നെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 7th പൊസിഷനാണ് എന്ത്, 7th പൊസിഷനാണ് ആർക്കുള്ള, നമ്മളെ ഇന്ത്യക്കുള്ളത്. 7th പൊസിഷനാണ് ഇന്ത്യ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ത്യയെക്കാളും വലിയ എത്ര രാജ്യങ്ങളുണ്ട്, 6 രാജ്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയെന്നും കൂടെ നോക്കാം. ഫസ്റ്റ് പ്ലേസ് വരുന്നത് റഷ്യയാണ് ഫസ്റ്റ് പ്ലേസ് വരുന്നത്. സെക്കൻഡ് പ്ലേസ് വരുന്നത് കാനഡയാണ്. തേർഡ് പ്ലേസ് വരുന്നത് ചൈനയാണ്. അതേപോലെ 4th പ്ലേസ് വരുന്നത് അമേരിക്കയാണ്. 5th പ്ലേസ് വരുന്നത് ബ്രസീലാണ്. 6th പ്ലേസ് വരുന്നത് ആസ്ട്രേലിയയാണ്. 7th വരുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ 7th ലാർജസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ ലാർജസ്റ്റ് ഇത് നോക്കുമ്പോൾ 7th പൊസിഷനാണ് ആർക്കുള്ളത്, ഇന്ത്യക്കുള്ളത്. ഇനി അപ്പോൾ പൊസിഷൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണ ഇതിൻ്റെതാ ഈ ഒരു സ്ട്രക്ചറാണ്. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര 4 ഡയറക്ഷനാണുള്ളത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 4 ഡയറക്ഷനിലും അല്ലെങ്കിൽ ഫുള്ള് ഒരു ലാൻഡിൻ്റെ ചുറ്റും വെള്ളമാണെങ്കിൽ, അല്ലെങ്കിൽ 4 സൈഡും വെള്ളമാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഐലൻഡ് എന്ന് പറയും. പക്ഷെ ഇന്ത്യ നോക്കുമ്പോൾ നമുക്ക് എന്തല്ല, 4 സൈഡും എന്തല്ല, വെള്ളമല്ല, അപ്പം അല്ലെങ്കിൽ കടലല്ല. അപ്പം നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, അപ്പം 3 സൈഡും, അതായത് ഇന്ത്യയുടെ 3 സൈഡും എന്ന് ഉദ്ദേശിക്കണ 3/4 ഭാഗവും എന്താണ്, വെള്ളത്തിലാണെങ്കിൽ, അതായത് 3 സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് പെനിസുലാർ ലാൻഡ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, പെനിസുലാർ ലാൻഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഇന്ത്യ നമ്മൾ വിളിക്കുന്ന പേരാണ് പെനിസുലാർ ലാൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യ ഇസ് എ പെനിസുലാർ ലാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മളിപ്പം അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇന്ത്യയെ കൊണ്ട് അറിയേണ്ട 2 വേൾഡ് മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ചുറ്റും സീയാണ്, അപ്പോൾ അതിനെ ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യ ആകുമ്പോൾ എന്ത് ഭാഗമേ ഉള്ളൂ, 3 ഭാഗം മാത്രമേ വെള്ളത്തിൽ കവർ ആവുന്നുള്ളൂ. നോർത്തിൽ ഫുള്ള് ഗ്രൗണ്ടിലാണ്, അതായത് വേറെ രാജ്യങ്ങൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്, വേറെ രാജ്യങ്ങളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ എന്തെന്ന് വിളിക്കാം, പെനിസുലാർ ലാൻഡ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം, ഇന്ത്യയുടെ ലെങ്തും ബ്രെഡ്ത്തും തുടങ്ങാം. അതിന് മുമ്പേ നമുക്ക് ഏരിയ നോക്കാം. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ് ഇന്ത്യയുടെ ആകെ മൊത്തം ഏരിയ. ഇന്ത്യയുടെ ആകെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഈക്വൽ ടു 32,87,263 കിലോമീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി ആർക്കുള്ള ഇന്ത്യയുടെ ടോട്ടൽ ഏരിയ. ഇനി അടുത്തത് നോക്കാമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നോർത്ത്, ഇതാണ് നമ്മളെ നോർത്ത് ഇതാണ് സൗത്ത്. അപ്പോൾ ഇന്ത്യയുടെ ഈ നോർത്ത് തൊട്ട് സൗത്ത് വരെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇത് എത്ര കിലോമീറ്റർ കാണുമെന്ന് നോക്കാം. അപ്പോൾ നോർത്ത് ടു സൗത്ത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 3,214 കിലോമീറ്റർ അപ്രോക്സിമേറ്റ് വരും. 3,214 കിലോമീറ്റർ വരും. അതേപോലെ ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. വെസ്റ്റ് ടു ഈസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് എത്ര കിട്ടും, വെസ്റ്റ് ടു ഈസ്റ്റ് വരുമ്പോൾ 2,933 കിലോമീറ്ററാണ് നമുക്ക് വരുന്നത്. 2,933 കിലോമീറ്റേഴ്സാണ് വെസ്റ്റ് ടു ഈസ്റ്റ് വരുന്നത്. നോർത്ത് ടു സൗത്ത് വരുന്നത് 3,214 കിലോമീറ്ററാണ് നോർത്ത് ടു സൗത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ നോർത്ത് എന്ന് പറയുന്നത് ഏത് പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
അതായത് ഇന്ത്യയുടെ നോർത്ത് മോസ്റ്റ് പോയിന്റ് ഏതാണ്, സൗതേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്, വെസ്റ്റ് മോസ്റ്റ് പോയിന്റ് ഏതാണ്. അത് ഇതിൽ പറഞ്ഞു തന്നാൽ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കത് ഗൂഗിൾ മാപ്പിൽ തന്നെ നോക്കാം. അപ്പോൾ നമ്മളതാ ഇതാണ് നമ്മുടെ മാപ്പ്. ഇത് നമ്മൾ സാധാ ഉള്ള മാപ്പാണ്. ഞാനിത് സാറ്റലൈറ്റിലോട്ട് വേണമെങ്കിൽ ഇടാം. നമുക്കിവിടെ സാറ്റലൈറ്റ് ഇടാം, അല്ലെങ്കിൽ ഡിഫാൾട്ട് ഇടാം. സാറ്റലൈറ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ സാറ്റലൈറ്റിൽ ഉള്ള മാപ്പ്. നമുക്കിപ്പോൾ ഡിഫാൾട്ട് മതിയാവും. ഡിഫാൾട്ട് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബൗണ്ടറീസ് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഡിഫാൾട്ടിലാണ് ഇട്ടേക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് നോക്കാം. നമ്മൾ നോർത്തേൺ മോസ്റ്റ് പോയിന്റായിട്ട് കണക്കാക്കുന്നത് ലഡാക്കിലൊരു പോയിന്റാണ്. നമ്മൾ ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇവിടെ നോർത്തേൺ സൈഡിൽ ഏറ്റവും മുന്നേറ്റം വരുന്ന ലഡാക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വരുന്നൊരു പോയിന്റാണ്. അപ്പോൾ ഇന്ത്യയുടെ തന്നെ നോർത്ത് മോസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇന്ദിരാ കോൾ എന്ന് പറയുന്ന പോയിന്റാണ്. ഇന്ദിരാ കോൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഇന്ദിരാ കോളിൻ്റെ പട. ഇതല്ല, ഇതേപോലെയൊക്കെ ആയിരിക്കും. ഇതേപോലത്തെ മൗണ്ടൻസ് ആണ് ഇവിടെ ഉള്ളത്, ഇന്ദിരാ കോളിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ദിരാ കോൾ എന്ന് പറഞ്ഞ പോയിന്റ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ തന്നെ നോർത്ത് മോസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ കണക്കാക്കുന്ന പോയിന്റാണ് നമ്മൾ ഇന്ദിരാ കോൾ. നമ്മൾ സൂം ഔട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ എവിടെയാണ് വരുന്നത്. ലഡാക്കിൻ്റെ ഇവിടെയായിട്ടാണ് നമ്മൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ലഡാക്ക്, ഇതിൻ്റെ ഇവിടെയായിട്ട് വരുന്ന പോയിന്റാണ് ഇന്ദിരാ കോൾ എന്ന് പറഞ്ഞ പോയിന്റ്. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി സദേൺ മോസ്റ്റ് പോയിന്റിലോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ മെയിൻലാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കേരള വഴി ഇങ്ങനെ ഒഡീഷ വഴി തെലങ്കാന വഴിയൊക്കെ ഇങ്ങനെ പോകുന്നതാണ് ഇന്ത്യയുടെ മെയിൻലാൻഡ്. ഇന്ത്യയുടെ മെയിൻലാൻഡ് അല്ലാതെ തന്നെ ഇന്ത്യക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ട്. അതാണ് ലക്ഷദ്വീപ്. ഇവിടെ നമ്മൾ വരുന്നുണ്ട്, ലക്ഷദ്വീപുകൾ വരുന്നുണ്ട്. അത് കുഞ്ഞൻ ദ്വീപുകളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. നമ്മൾ നല്ല സൂം ചെയ്ത് നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാം, ലക്ഷദ്വീപ് വരുള്ളൂ. ഇത് നമ്മുടെ മെയിൻലാൻഡിൽ വരുന്ന സ്ഥലമല്ല. അതുകൂടാതെ ഇവിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഉണ്ട്. ആൻഡമാനും നിക്കോബാറും ഉണ്ട്. അപ്പം ഇതൊന്നും നമ്മളെ മെയിൻലാൻഡിൽ വരുന്നതല്ല. അതുകൊണ്ട് സദേൺ മോസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ സദേൺ മോസ്റ്റ് പോയിന്റ് അറിയണം, അല്ലാതെ തന്നെ ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ് അറിയണം. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ തന്നെ നോർത്ത് മോസ്റ്റ് പോയിന്റാണ് നമ്മൾ കണക്കാക്കുന്നത്. സൗത്തേൺ മോസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ കണക്കാക്കുന്ന പോയിന്റാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് എവിടെയിരിക്കുമെന്ന് നമുക്കറിയാം. എവിടെയിരിക്കും? ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ വരുന്ന പോയിന്റാണ് ഇന്ദിരാ പോയിന്റ്. ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ഏറ്റവും അവസാനം വരുന്ന ഒരു പോയിന്റാണ് ഇന്ദിരാ പോയിന്റ്. അപ്പോൾ ഇന്ദിരാ പോയിന്റ് പടങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ അല്ലാതെ അവിടുത്തെ സ്ഥലങ്ങളുടെ പടവും എല്ലാം നമുക്കത് ഇവിടെ ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ സദേൺ മോസ്റ്റ് പോയിന്റ് ആണ്. നമുക്ക് സൂം ഔട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റുക. ഇവിടെയാണ് ഇന്ത്യയുടെ മെയിൻലാൻഡ് കിടക്കുന്ന, ഇവിടെയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ കിടക്കുന്ന. അതിൻ്റെ തന്നെ ഏറ്റവും അറ്റത്ത് വരുന്ന പോയിന്റാണ് ഇന്ദിരാ പോയിന്റ്. അപ്പോൾ ഇന്ത്യയുടെ തന്നെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പോയിന്റ് പറയും? നമ്മളത് ഇന്ദിരാ പോയിന്റ് പറയും. ഇന്ത്യയുടെ തന്നെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയും? ഇന്ദിരാ കോൾ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ്, അതായത് ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ സദേൺ മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ മെയിൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ കരഭാഗം, ഇന്ത്യയുടെ ഒറ്റ മാസമായിട്ട് കിടക്കുന്ന ഭാഗത്തിനെയാണ് ഇന്ത്യൻ മെയിൻലാൻഡ് എന്ന് പറയുന്നത്. അതല്ലാതെ ഐലൻഡായിട്ട് മാറിക്കിടക്കുന്നത് കൂടെ കൂട്ടാതെ വരുന്ന സ്ഥലമാണ് ഇന്ത്യൻ മെയിൻലാൻഡ്. അതിൻ്റെ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് കന്യാകുമാരി. ഈ ഒരു ഭാഗം കന്യാകുമാരിയിലെ ഏറ്റവും എൻഡ് പോയിന്റ് കന്യാകുമാരിയാണ്. ഏറ്റവും അവസാനത്തതായിട്ട് കിടക്കുന്നത്. നമുക്ക് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ഇന്ത്യയുടെ അടിയിലത്തെ ഭാഗം. അതിലെ ഏറ്റവും അവസാനം കിടക്കുന്നത് ഇവിടെയാണ് നമ്മളെ കന്യാകുമാരി വരുന്നത്. അപ്പം ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് കിടക്കുന്ന പോയിന്റാണ് നമ്മളെ കന്യാകുമാരി. കന്യാകുമാരി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് തന്നെ ആയിരിക്കും. അപ്പം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ നോക്കി നോർത്തേൺ മോസ്റ്റ് പോയിന്റ് നോക്കി ഇന്ദിരാ കോള്, സദേൺ മോസ്റ്റ് പോയിന്റ് നോക്കി ഇന്ദിരാ പോയിന്റ്, നമ്മൾ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ സദേൺ മോസ്റ്റ് പോയിന്റ് നോക്കി കന്യാകുമാരി. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റും ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റും. അപ്പം വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന സ്ഥലമാണ് ഗുഹാർ മോത്തി.
ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന സ്ഥലമാണ് ഗുഹാർമോത്തി. ഇത് ഏത് സ്റ്റേറ്റിലാണ് വരുന്നതെന്നും കൂടെ അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഗുഹാർമോത്തി എവിടെയാണ് വരുന്നത്. വെസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, വെസ്റ്റിലെ നമ്മൾ ഏറ്റവും അറ്റത്ത് വരുന്ന സ്ഥലം ഏതാണ്? ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്തിൽ വരുന്ന പോയിന്റ് ഒരു സ്ഥലമാണ് എന്ത്? ഗുഹാർമോത്തി എന്ന് പറഞ്ഞാൽ. ഗുഹാർമോത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ്. അതെവിടെയാണ് വരുന്നത്? ഗുജറാത്തിലാണ് വരുന്നത്. നമ്മൾ ഇന്ദിരാ കോൾ എവിടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്? ലഡാക്കിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്ദിരാ പോയിന്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. അതേപോലെ കന്യാകുമാരി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പം ഇന്ത്യയുടെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് ഇപ്പോൾ നോക്കിയത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ്. വെസ്റ്റ് ഇവിടെയാണെങ്കിൽ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എവിടെ ആയിരിക്കും എന്നറിയാം? ഇവിടെ അല്ല, അത് ഏറ്റവും അവസാനം വരുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? അരുണാചൽ പ്രദേശിലെ ഒരു പോയിന്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ്. ഇതാ ഈ സ്ഥലം, ഇതാണ് നമ്മൾ കിബിത്തു എന്നാണ് പറയുന്നത്. കിബിത്തു ആണ് ഇന്ത്യയുടെ എന്ത്? ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതാണ് നമ്മൾ അരുണാചൽ പ്രദേശിന്റെ ഈ അറ്റത്തായിട്ട് വരുന്ന പോയിന്റ് ആണ് കിബിത്തു. അപ്പോൾ നമ്മളെ ഇന്ത്യയുടെ തന്നെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന പ്ലേസ് ആണ് കിബിത്തു. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കി ഇന്ദിരാ കോൾ. സദേൺ മോസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കി ഇവിടെ ഇന്ദിരാ പോയിന്റ്. മെയിൻലാൻഡ് സദേൺ മോസ്റ്റ് പോയിന്റ് നോക്കി കന്യാകുമാരി. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് നോക്കി ഗുഹാർമോത്തി. ഇതൊക്കെ ഏത് സ്റ്റേറ്റിലാണ് വരുന്നതെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിന്ന് അറിയാനുള്ളത്. ഇനി ബാക്കിയെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ് ഏതെന്ന് അറിയാം. ഇന്ത്യക്ക് ആകെ 9 നെയ്ബറിങ് കൺട്രീസാണ് ഉള്ളത്. അത് നമുക്ക് മാപ്പിൽ തന്നെ നോക്കിപ്പോൾ 9 നെയ്ബറിങ് കൺട്രീസിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാൻ തന്നെയാണ്. ഇവിടെ ഇന്ത്യൻ മെയിൻലാൻഡുമായിട്ട് ചേർന്ന് കിടക്കുന്നത് തന്നെയാണ് പാകിസ്ഥാൻ. ഇതുവരെ പാകിസ്ഥാൻ്റെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏത് പറയാം? പാകിസ്ഥാൻ പറയാം. രണ്ടാമത് പറയുമ്പോൾ നമുക്ക് ഏത് പറയാം? കിടക്കുന്നു അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വന്നത് ഇവിടെ ലഡാക്കിൻ്റെ ഒരു ഭാഗത്തുമായിട്ട് മുട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഏതായിട്ട് പറയാം? അഫ്ഗാനിസ്ഥാനായിട്ട് പറയാം. ഇനി മൂന്നാമത്തത് ഏത് പറയാം? ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം പാകിസ്ഥാനിലാണ്, ഈ ഒരു ചെറിയ ഭാഗം അഫ്ഗാനിസ്ഥാനിലാണ്. ഇനി അടുത്തത് ഇവിടം തൊട്ട് ഇങ്ങനെ വന്ന് ഇതുവരെ വരുന്നത് ഏതാണ്? ചൈനയിലാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത് നെയ്ബറിങ് കൺട്രി ഏതാണ്? ചൈനയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഏത് പറയാം? ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന നേപ്പാൾ പറയാം. അത് കഴിഞ്ഞ് ഏത് പറയാം? ഭൂട്ടാൻ പറയാം. ഭൂട്ടാൻ കഴിഞ്ഞ അടുത്ത ഏതാണ്? ബംഗ്ലാദേശ് കഴിഞ്ഞ് അടുത്ത് നമുക്ക് ഏത് പറയാം? മ്യാൻമർ പറയാം. അപ്പോൾ ഇന്ത്യയായിട്ട് മെയിൻലാൻഡ് പങ്കിടുന്നത് എത്ര രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 7 രാജ്യങ്ങളാണ് ഇന്ത്യ മെയിൻലാൻഡുമായിട്ട് അടുത്ത് കിടക്കുന്നത്. അത് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമർ. 1 2 3 4 5 6 7. അങ്ങനെ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ മെയിൻലാൻഡ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു 9 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ് എന്ന് പറഞ്ഞു. അത് ആരെയൊക്കെ കൂട്ടുമ്പോഴാണ്? ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ശ്രീലങ്കയെയും പിന്നെ ഇവിടെ കുറച്ച് ദ്വീപുകളുണ്ട്. ഈ ദ്വീപുകളെല്ലാം നമ്മളെ മാൽദ്വീപ്സിൻ്റെ ദ്വീപുകളാണ്. അത് ഇന്ത്യയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ നമ്മൾ നെയ്ബറിങ് കൺട്രീസ് പറയുമ്പോൾ നമ്മൾ ശ്രീലങ്കയെയും നമ്മൾ മാൽദ്വീപ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 9 രാജ്യങ്ങൾ വരുന്നത്. നെയ്ബറിങ് കൺട്രീസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് 9 രാജ്യങ്ങളെയാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക ആൻഡ് മാൽദ്വീപ്സ്. അപ്പോൾ ഇന്ത്യൻ മെയിൻലാൻഡ് മാത്രം ഷെയർ ചെയ്യുന്നത് എത്ര പേരുമായിട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് 7 രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് ഇത് ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഷെയർ ചെയ്യുന്നു എന്നും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ പാകിസ്ഥാൻ ഏതൊക്കെ സ്റ്റേറ്റുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്? പാകിസ്ഥാൻ ഇന്ത്യയുടെ തന്നെ 5 സ്റ്റേറ്റുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി പങ്കിടുന്നത്. അതിൽ ഫസ്റ്റ് വരുമ്പോൾ നമുക്കിവിടെ തന്നെ കാണാം. ഇതാണ്. പാകിസ്ഥാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഗുജറാത്തുമായിട്ടാണ്. ഈ ഒരു ഭാഗം ഫുള്ള് പാകിസ്ഥാൻ ഗുജറാത്തുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പാകിസ്ഥാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗുജറാത്താണ്. അപ്പോൾ ഒന്നായി. രണ്ടാമത് ആരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്? രാജസ്ഥാനുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിന് കുറച്ചും കൂടെ നല്ലത് നമുക്ക് നമ്മുടെ സാറ്റലൈറ്റ് വ്യൂവിലോട്ട് പോകാൻ കാരണം
വേറൊന്നുമില്ല. അതാ ഇവിടെ നമ്മളെ സ്റ്റേറ്റുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുമായിരുന്നു. ഇവിടെ ഡോട്ടഡ് ലൈൻസിൽ കാണിക്കുന്നത് സ്റ്റേറ്റുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇതാണ് മറ്റേതാണോ ബെസ്റ്റ്? ഇവിടെ സ്റ്റേറ്റുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്കിതാ ഇവിടെ ഗുജറാത്ത് നമ്മൾ കണ്ടു. ഗുജറാത്താണ് എന്ത് നമ്മളെ പാകിസ്ഥാനുമായിട്ട് സ്റ്റേറ്റ് അതായത് ലാൻഡ് പങ്കിടുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗുജറാത്താണ്. രണ്ടാമത് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ രാജസ്ഥാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടായി, ഗുജറാത്തായി രാജസ്ഥാനായി. ഇനി അടുത്ത് നമ്മൾ നോക്കുക, ഇങ്ങോട്ട് സൂം ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്തുണ്ട്? പഞ്ചാബ് ആരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്? പഞ്ചാബ് പാകിസ്ഥാനുമായിട്ട് ലാൻഡ് പങ്കിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നായി. പിന്നെ അടുത്ത ആരുണ്ട്? നമ്മളെ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്? ജമ്മു ആൻഡ് കാശ്മീർ നമ്മളെ പാകിസ്ഥാനുമായിട്ട് ലാൻഡ് പങ്കിടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവസാനം എന്താ? നമ്മളെ ലഡാക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതാണ് ലഡാക്കിൻ്റെ ഏരിയ. അപ്പം ലഡാക്കും എന്ത് ചെയ്യുന്നുണ്ട്? പാകിസ്ഥാനുമായിട്ട് ലാൻഡ് പങ്കിടുന്നുണ്ട്. അപ്പോൾ 5 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് പാകിസ്ഥാനുമായിട്ട് ഭൂമി അതിർത്തി പങ്കിടുന്ന 5 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്നൊക്കെ പറയും? നമ്മൾ ഗുജറാത്ത് പറയും, രാജസ്ഥാൻ പറയും, പഞ്ചാബ് പറയും, ജമ്മു ആൻഡ് കാശ്മീർ പറയും, ലഡാക്ക് പറയും. അപ്പം ഇത്രയാണ് നമുക്ക് ഇതിലും കാണാൻ പറ്റും കേട്ടോ. ഡോട്ടഡ് ലൈൻ ഇതാണ് ലഡാക്കിൻ്റെ ഏരിയ. ചെറുതായിട്ട് ഡോട്ടഡ് ലൈനിൽ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ലഡാക്ക്. അപ്പോൾ ഇത്രയും 5 ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്. ഇത്രയും സ്റ്റേറ്റുകളാണ് എന്ത് നമ്മളെ പാകിസ്ഥാനുമായിട്ട് എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കിടുന്നത്. ഇനി അടുത്ത് വരുമ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു രാജ്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ കുറച്ച് സ്പേസ് മാത്രമേ അവിടെ പങ്കിടുന്നുള്ളൂ. അതാരാണ് പങ്കിടുന്നത്? നമ്മളെ ഇതാണ് അഫ്ഗാനിസ്ഥാനായിട്ട് ലാൻഡ് പങ്കിടുന്നത് നമ്മളെ ലഡാക്കാണ്. ലഡാക്കിൻ്റെ ഈ ഒരു ഭാഗം മാത്രം. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കും, ഏറ്റവും കുറച്ച് ദൂരം പങ്കിടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആരെന്ന് പറയാം? അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കുറച്ച് ലാൻഡ് ഇന്ത്യയായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്രോക്സിമേറ്റ്ലി 106 മീറ്റർ ആണ് ഉള്ളത്. 106 മീറ്റർ അല്ല, കിലോമീറ്റർ. അപ്പോൾ ഇത്രയും കിലോമീറ്റർ എത്രയെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? 106 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്ത് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ചൈന. അപ്പോൾ ചൈന ഇന്ത്യയായിട്ട് എത്ര സ്റ്റേറ്റ് പങ്കിടുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ചൈന ഇന്ത്യയായിട്ട് 5 സ്റ്റേറ്റാണ് പങ്കിടുന്നത്. അതിൽ ആദ്യത്തെ ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തത് ലഡാക്കാണ്. ഇവിടെ ഇതാണ് ചൈനയുടെ ഏരിയ. ഇവിടെ വരുമ്പോൾ ലഡാക്ക് ഒന്നായി. പിന്നെ അടുത്ത് വരുമ്പോൾ എന്ത് വരും? ഹിമാചൽ പ്രദേശ്. ഇവിടെയായിട്ട് നമ്മുടെ ഹിമാചൽ പ്രദേശ് ഉണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശ് എന്ത് ചെയ്യുന്നുണ്ട്? ചൈനയായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഹിമാചൽ പ്രദേശിൻ്റെ ഏരിയ വരുന്നത്. ഹിമാചൽ പ്രദേശ് എന്ത് ചെയ്യുന്നുണ്ട്? ചൈനയായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയായി? 2ആയി. ഇനി അടുത്ത് ഉത്തരാഖണ്ഡും ആരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്? ചൈനയായിട്ട് ലാൻഡ് പങ്കിടുന്നുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡുണ്ട്. പിന്നെ എന്തുണ്ട്? ഉത്തർപ്രദേശ് ഒന്നും ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നില്ല. പിന്നെ അടുത്ത് വരുന്നത് ഏതാണ്? സിക്കിമാണ് വരുന്നത്. സിക്കിമാണ്. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ എത്രയായി? 1, 2, 3, 4ആയി. ഇനി അടുത്ത് വരുന്നത് എന്താണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ് ഇങ്ങനെ വന്ന് ഇത്രയും ഭാഗം പങ്കിടുന്നുണ്ട്. അപ്പോൾ അരുണാചൽ പ്രദേശ് ആകുമ്പോൾ 5. അപ്പോൾ ചൈനയായിട്ട് എത്ര സ്റ്റേറ്റുകളാണ് അതിർത്തി പങ്കിടുന്നത്? 5ആണ്. അതിലൊന്ന് ലഡാക്ക്, 2 ഉത്തരാഖണ്ഡ്, 3 ഹിമാചൽ പ്രദേശ്, അടുത്ത് സിക്കിം, ലാസ്റ്റ് അരുണാചൽ പ്രദേശ്. 5 സ്റ്റേറ്റുകളായി. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നേപ്പാൾ. നമ്മൾ നേപ്പാളുമായിട്ട് സ്റ്റേറ്റ് പങ്കിടുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെ ഉത്തരാഖണ്ഡുണ്ട്, ഇവിടെ ഉത്തർപ്രദേശുണ്ട്, ഇവിടെ ഉത്തർപ്രദേശുണ്ട്, അടുത്തിവിടെ ബീഹാറുണ്ട്. അപ്പം നമ്മൾ ഉത്തരാഖണ്ഡായി. ഇനി ഇവിടെ ഉത്തർപ്രദേശായി. നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് 1 ഉത്തരാഖണ്ഡ്, 2 ഉത്തർപ്രദേശ്, 3 നമ്മളെ ബീഹാർ. ഇവിടെ ബീഹാറുണ്ട്. അത് കഴിഞ്ഞ് സിക്കിമുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ വേറെ ഒന്നും അതിർത്തി പങ്കിടുന്നില്ല എന്ന് തോന്നും. പക്ഷെ നമുക്ക് ഇവിടെ ഒരു വെസ്റ്റ് ബംഗാൾ ഉണ്ടോ? ഇതിൻ്റെ അതിർത്തി പറഞ്ഞത് കണ്ടോ? അത് ഇങ്ങനെ വന്ന് ഇവിടെ കൂടെ ഇങ്ങനെ പോയി
ഇവിടെ വന്നത് ഈ ഭാഗം എല്ലാം ആരതാണ്? വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മളെ നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന 5 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാം? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇവർ 5 പേര് എന്ത് ചെയ്യുന്നുണ്ട്? നേപ്പാളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇനി ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 4 പേരാണുള്ളത്. ഒന്ന് നമ്മളെ സിക്കിം, രണ്ടാമത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന വെസ്റ്റ് ബംഗാൾ. അടുത്ത് അതിർത്തി പങ്കിടുന്നത് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടോട്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ആരെ കാണാം? ഭൂട്ടാനുമായിട്ട് 4 പേരാണ്. സിക്കിം, മേഘാലയ, ഇവിടെ മേഘാലയ വരുന്നില്ല, മേഘാലയ ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പം മേഘാലയയിൽ സിക്കിമുണ്ട്, ഇവിടെ നിന്ന് വരുന്ന വെസ്റ്റ് ബംഗാളുണ്ട്, പിന്നെ ഇവിടെ നിന്നുള്ള ആസാമുണ്ട്, പിന്നെ ഇവിടെ നിന്നുള്ള അരുണാചൽ പ്രദേശുണ്ട്. അപ്പോൾ ഭൂട്ടാനുമായിട്ട് ലാൻഡ് പങ്കിടുന്നത് സിക്കിം, ഇവിടുത്തെ വെസ്റ്റ് ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്. അടുത്ത് വരുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ആരൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മളെ വെസ്റ്റ് ബംഗാളുണ്ട്, പിന്നെ ഇവിടെ മേഘാലയുണ്ട്, ഇവിടെ ത്രിപുരയുണ്ട്, ഇവിടെ മണിപ്പൂറുണ്ട്. അപ്പം ഇത്രയും ഇവിടെ ഒന്നായി. വെസ്റ്റ് ബംഗാൾ, ഇവിടെ ഏതുണ്ട്? മേഘാലയ ആയപ്പോൾ 2ആയി, ത്രിപുര ആയപ്പോൾ 3ആയി, മണിപ്പൂർ ആയപ്പോൾ എന്തായി? 4. ഇനി 5ാമതായിട്ട് നമ്മൾ പറയുന്നത്, നേരത്തെ വെസ്റ്റ് ബംഗാൾ വന്നതുപോലെ ഇവിടെ ഒരാളും കൂടെ വരുന്നുണ്ട്, അതാണ് ആസാം. ആസാമിൻ്റെ അതിർത്തി പോണത് കണ്ട, അത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെയാണ് മേഘാലയ. ആസാമാണ് ഇങ്ങനെ വന്ന് ഇവിടെ കൂടെയൊക്കെ പോകുന്നത് ആസാമാണ്. അപ്പോൾ ആസാമും കൂടെ വരുമ്പോൾ 5ആവും. ഇത് നമുക്കാണെങ്കിൽ മറ്റേ മാപ്പ് ഉണ്ടല്ലോ, നമ്മൾ കളറൊക്കെ അടിച്ച് വെച്ചിരിക്കുന്ന ഓരോ രാജ്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കളറിൽ കാണിച്ചിരിക്കുന്ന ആ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് കുറേ കൂടെ നല്ല രീതിക്ക് മനസ്സിലാവും. പിന്നെ ഇതേപോലെ സൂം ചെയ്തൊന്നും കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് പോകാത്തത്. ആ മാപ്പ് ഞാനാണെങ്കിൽ അതിലും കൂടെ ഒന്നും കൂടെ കാണിച്ചു തരാം, പെട്ടെന്ന് ഓടിച്ച് അതിലും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അടുത്ത് മ്യാൻമർ വരുമ്പോൾ നമുക്ക് 4 സ്റ്റേറ്റാണ് പങ്കിടുന്നത്. ഒന്ന് മിസോറാം, രണ്ടാമത് മണിപ്പൂർ, അതിന് നാഗാലാൻഡ്, അത് അരുണാചൽ പ്രദേശ്. അങ്ങനെ 4 ഭാഗങ്ങളാണ്, 4 സ്റ്റേറ്റുകളാണ് മ്യാൻമറുമായിട്ട് എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്കിടുന്നത്. ഇപ്പോൾ നമുക്കിതാ ഇതിൽ നോക്കുമ്പോൾ തന്നെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഇത് എല്ലാം അറിയാൻ പറ്റും. ഞാനാണെങ്കിൽ ആദ്യം ഒന്ന് എറേസ് ചെയ്തിട്ടെ. ഓക്കെ, ഇപ്പോൾ മാപ്പിലുള്ളതെല്ലാം എറേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാകിസ്ഥാനുമായിട്ട് ലാൻഡ് ചെയ്യണ ആരൊക്കെ? ഗുജറാത്ത്, രാജസ്ഥാൻ, ഇവിടെ പഞ്ചാബ്, ഇവിടെ ജമ്മു ആൻഡ് കാശ്മീർ, ഇവിടെ ലഡാക്ക്. ഇവിടെ എത്രയായി? 1, 2, 3, 4, 5 പേരായി. ഇനി അടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചൈനയായിട്ട് ഷെയർ ചെയ്യണത് നോക്കുമ്പോൾ ഇവിടെ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ ആര് വരും? ഇവിടെ സിക്കിം, ഇവിടെ അരുണാചൽ പ്രദേശാണ് എന്ത് ചെയ്യുന്നത്? ചൈനയായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്ര പേരായി? 5 പേരായി. ഇനി അടുത്ത് നോക്കുമ്പോൾ അടുത്ത് നേപ്പാൾ വരുമ്പോൾ ഇവിടെ ഉത്തരാഖണ്ഡ് ഉണ്ട്, ഇവിടെ ഉത്തർപ്രദേശ് ഉണ്ട്, ഇവിടെ ബീഹാർ, പിന്നെ ഇവിടുത്തെ വെസ്റ്റ് ബംഗാൾ, ഇവിടെ കൂടെ പോണ ഈ വെസ്റ്റ് ബംഗാളുണ്ട്, പിന്നെ ഇവിടുത്തെ സിക്കിമുണ്ട്. അപ്പോൾ അവിടെ എത്രയായി? 4 പേരായി. നേപ്പാളുമായിട്ട് 4 പേര് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്താണ് ബംഗ്ലാദേശിൻ്റെ നോക്കുമ്പോൾ ഇവിടെ ത്രിപുരയുണ്ട്, ഇവിടുത്തെ ആസാം, ഇവിടെ കുറച്ച് ഭാഗം ഷെയർ ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ മേഘാലയ ഉണ്ട്, ഇവിടെ വെസ്റ്റ് ബംഗാളുണ്ട്. അപ്പം ബംഗ്ലാദേശുമായിട്ട് എത്ര പേര്? 5 പേരുണ്ട്. വെസ്റ്റ് ബംഗാൾ, ആസാമുണ്ട്, ഇവിടെ മേഘാലയ ഉണ്ട്, ഇവിടെ ത്രിപുരയുണ്ട്, ഇവിടെ പിന്നെ ഇത്രയും പേരാണ് ബംഗ്ലാദേശുമായിട്ടുള്ളത്. പിന്നെ മ്യാൻമറുമായിട്ടുള്ളതാണെങ്കിൽ മിസോറാം ഉണ്ട്, മണിപ്പൂറുണ്ട്, നാഗാലാൻഡ് ഉണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്. ഇനി ഇത്രയാണുള്ളത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് പറയാനുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ ലാൻഡ് ഷെയർ ചെയ്യുന്നത് ആരാണ്? ബംഗ്ലാദേശാണ്. അത് എത്ര ലാൻഡെന്നും കൂടെ നമുക്ക് അറിഞ്ഞു വയ്ക്കുക.
ചുമ്മാ ഒരു ജിക്കെയാണ്, അറിഞ്ഞു വെച്ചാൽ അത് ഇത് ചോദിക്കും എന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ അറിഞ്ഞു വയ്ക്കുക. ബംഗ്ലാദേശുമായിട്ട് ഷെയർ ചെയ്യുന്നത് 4100 കിലോമീറ്ററാണ്. 4100 കിലോമീറ്ററാണ് ബംഗ്ലാദേശുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമുക്ക് എന്ത് പറയണം? ലാൻഡ് ആയിട്ട് കുറവ് ആരായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറയണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് എത്ര? 106 കിലോമീറ്ററാണ് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ട് 106 കിലോമീറ്റർ, അതാണ് ഏറ്റവും കുറവ്. ഇന്ത്യ ബൗണ്ടറി ഷെയർ ചെയ്യണത് ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനുമായിട്ട്, അത് 106ആണ്. ഇന്ത്യ ലാൻഡ് ഷെയർ ചെയ്യണ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശുമായിട്ടാണ്, അത് 4109 കിലോമീറ്ററാണ്. ഇനി അടുത്ത് നമ്മൾ വീണ്ടും ഇന്ത്യയിലെ കേസ് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ പറയാം. അതായത് വീണ്ടും ഇന്ത്യയിൽ തന്നെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ കൂടെ ഞാൻ പറയാൻ പോണ കുറച്ച് ജികെയും കൂടെയാണ്. അപ്പോൾ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ 106 നാഷണൽ പാർക്കുണ്ട്. 106 നാഷണൽ പാർക്കുണ്ട്. പിന്നെ 18 ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്. 106 നാഷണൽ പാർക്കും 18 ബയോസ്ഫിയർ റിസർവ്സും ഉണ്ട്. പിന്നെ നമുക്ക് ലാൻഡ് ബൗണ്ടറീസ് ടോട്ടൽ ഷെയർ ചെയ്യുന്നത്, ലാൻഡ് ബൗണ്ടറീസ് ടോട്ടൽ ഉള്ളതെന്ന് പറഞ്ഞാൽ 15,100 കിലോമീറ്ററാണ് ടോട്ടൽ നമ്മളെന്ത് ലാൻഡ് ബൗണ്ടറീസ്. അതേപോലെ നമുക്ക് എന്തുകൊണ്ട് ഓഷൻ ബൗണ്ടറീസും ഉണ്ട്, അതായത് കോസ്റ്റൽ ലൈനും ഉണ്ട്. ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റൽ ലൈൻ എന്ന് പറഞ്ഞാൽ 7,516 കിലോമീറ്റേഴ്സാണ് ഇന്ത്യയുടെ ടോട്ടൽ കോസ്റ്റൽ ലൈൻ. കോസ്റ്റൽ ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഈ കടലിൽ കൂടെ പോകുന്നതാണ് കോസ്റ്റൽ ലൈൻ. അത് 9 സ്റ്റേറ്റുകളാണ് ഈ കോസ്റ്റൽ ലൈനിൽ കിടക്കുന്നത്. അതിൽ ഒന്ന് അത് നമുക്ക് കാണാം. ഇതിൽ 9 സ്റ്റേറ്റ് ഏതൊക്കെയാണ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് തുടങ്ങിയാൽ ആദ്യം ഇവിടെ ഗുജറാത്ത് ഉണ്ട്. കളറൊന്നും മാറ്റിയിട്ടല്ല. ഇവിടെ ഗുജറാത്ത് ഉണ്ട്, അടുത്ത മഹാരാഷ്ട്ര ഉണ്ട്, കർണാടകയുണ്ട്, ഇവിടെ ചെറിയ ഗോവയുണ്ട്, ഇവിടെ കേരളയുണ്ട്, ഇവിടെ തമിഴ്നാടുണ്ട്, ഇവിടെ ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഇവിടെ ഒഡീഷയുണ്ട്, ഇവിടെ വെസ്റ്റ് ബംഗാളുണ്ട്. ഇപ്പം ഇത്രയും പേരാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ ഷെയർ ചെയ്യുന്നത്. ഇവര് കോസ്റ്റൽ ലൈനിൽ തന്നെ പിന്നെ അറിഞ്ഞു വെക്കുക, ഇത് എന്താണ്? അറേബ്യൻ സീ ആണ്, ഇത് ബേ ഓഫ് ബംഗാളാണ്. അറേബ്യൻ സീയിൽ ആരൊക്കെയുണ്ട്, ബേ ഓഫ് ബംഗാളിൽ ആരൊക്കെ ഉണ്ടെന്നും കൂടെ അറിഞ്ഞു വെക്കുക. അപ്പം കോസ്റ്റൽ ലൈൻ എത്രയാണെന്ന് നോക്കി, 7,516 കിലോമീറ്ററാണ്. 16 കിലോമീറ്ററാണ് നമ്മൾ എന്ത് കോസ്റ്റൽ ലൈന്. അതേപോലെ ലാൻഡ് എത്രയാണ്? 15,100 കിലോമീറ്ററാണ് ലാൻഡ് ഷെയർ ചെയ്യുന്നത്. 16 നാഷണൽ പാർക്കുണ്ട്, 18 ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്. ഇനി ലാർജസ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ളത് ആർക്കാണ്? ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് കോസ്റ്റൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിനാണ്. ഇന്ത്യയുടെ തന്നെ ലാർജസ്റ്റ് കോസ്റ്റൽ ലൈൻ വരുന്നത് ഗുജറാത്തിനും, സ്മോളസ്റ്റ് കോസ്റ്റൽ ലൈൻ വരുന്നത് ഗോവയ്ക്കുമാണ്. സ്മോളസ്റ്റ് കോസ്റ്റൽ ലൈൻ ഗോവയ്ക്കും, ലാർജസ്റ്റ് കോസ്റ്റൽ ലൈൻ ആർക്കുമാണ് വരുന്നത്? ഗുജറാത്തിനുമാണ് വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് കോസ്റ്റൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ, അതിൽ കോസ്റ്റൽ പേഴ്സൻറ്റേജ് ഈ പേഴ്സൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ലാൻഡിൻ്റെ ഏരിയയും എല്ലാം കണക്കാക്കിയായിരിക്കും നമ്മൾ പേഴ്സൻറ്റേജ് ഉപയോഗിക്കുന്നത്. കോസ്റ്റൽ ലൈൻ ഏറ്റവും കുറവ് ഗോവയ്ക്കാണ്, പക്ഷേ അവിടുത്തെ കോസ്റ്റൽ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ, അതായത് അവിടെ ഉള്ള ലാൻഡിൽ അവിടെ എത്രയാണ് കോസ്റ്റൽ ലൈൻ എന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ പേഴ്സൻറ്റേജ് ഉള്ളത് ആർക്കാണ്? ഗോവയ്ക്കാണ്. ഗോവയ്ക്ക് ഏരിയ കുറവായതുകൊണ്ടാണ് ചെറിയ കോസ്റ്റൽ ലൈന് വന്നത്. അതുകൊണ്ടാണ് സ്മാളസ്റ്റ് കോസ്റ്റൽ ലൈൻ ആർക്കെന്ന് പറഞ്ഞാൽ ഗോവയ്ക്കെന്ന് പറഞ്ഞത്. പക്ഷേ അവിടെയുള്ള ഏരിയയും വെച്ച് കമ്പയർ ചെയ്ത് കോസ്റ്റൽ പേഴ്സൻറ്റേജ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് വരുന്നത്? ഗോവയ്ക്കാണ്. അത് അവർക്ക് 60% എന്താണ്? കോസ്റ്റലാണ്. ഗോവയുടെ 60% എന്താണ്? കോസ്റ്റൽ ലൈനാണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഇതിൽ നോക്കിയത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട്. അത് നമുക്ക് മാപ്പിൽ നോക്കുന്നതാണ് കുറേ കൂടെ നല്ലതെന്ന് തോന്നുന്നു. മാപ്പിൽ നോക്കാം.
നമ്മളിനി അടുത്ത് നോക്കാൻ പോണ ഇന്ത്യയും പാകിസ്ഥാനുമുള്ള ബോർഡർ നമുക്കറിയാം. ഇവിടെയാണ് ബോർഡർ കിടക്കുന്നതെന്ന് അറിയാം. ഇനി അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡറിനെ വിളിക്കുന്ന പേരാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് വിളിക്കും. RADCLIFF, റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡറിനെ വിളിക്കുന്ന പേരാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇനി ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പിലൊക്കെ വരയ്ക്കുന്ന ബോർഡറിനെയാണ് ഈ റാഡ്ക്ലിഫ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ്റെ സമയത്ത് ഉണ്ടാക്കിയ ലൈനാണ് എന്ത് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. അതായത് അവരെ ബോർഡർ തീരുമാനിക്കുന്ന ആ ഭാഗം. ഇനി ഇതല്ല നമ്മളിപ്പോൾ ഒറിജിനൽ ലൈൻ ഓഫ് കൺട്രോൾ. നമ്മളിപ്പം ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒന്നും കൂടെ ഉണ്ട്. അത് നമ്മളെ മിലിറ്ററിയുടെ ഇതിന് ശേഷം നമ്മൾ ഇന്ത്യയുടേതാണ് എന്നൊക്കെ മിലിറ്ററി തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്. അതിൽ ചിലപ്പം ഈ ജമ്മു കാശ്മീരിൻ്റെ ഫുൾ ഭാഗവും ഇന്ത്യയുടെ കൺട്രോളിലായിരിക്കില്ല. ഇവിടെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ മിലിറ്ററിക്ക് ഒരു പ്രത്യേകം ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കും. അതായത് ഒഫീഷ്യലായിട്ടുള്ള ബൗണ്ടറിയെ നമ്മൾ വിളിക്കുന്ന ഇന്ത്യ പാക് ബൗണ്ടറി വിളിക്കുന്ന പേര് റാഡ്ക്ലിഫ് എന്നും, അല്ലാതെ തന്നെ അൺഒഫീഷ്യലായിട്ട് ആർമിയിലെ മിലിറ്റൻസ് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പാകിസ്ഥാനുമായിട്ട് മാത്രമല്ല ചൈനയായിട്ടും ഇങ്ങനൊരു ബോർഡറിൻ്റെ പേരിട്ടിട്ടുണ്ട്. അത് മാക്മിഹാർ ലൈൻ എന്നാണ് എന്തെന്ന് പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള ഇന്ത്യ ചൈന ബോർഡറിനെ വിളിക്കുന്ന പേരാണ് മാക്മിഹാർ ലൈൻ. അതുകൂടാതെ തന്നെ ഇതേപോലെ ഇന്ത്യയും ചൈനയായിട്ട് മിലിറ്ററിയുടെ ബേസിസിൽ ലാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വിളിക്കും. ഇന്ത്യ പാക് എന്തെന്ന് വിളിക്കും? ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യ ചൈന എന്തെന്ന് വിളിക്കും? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വിളിക്കും. ഒഫീഷ്യലായിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറിയെ റാഡ്ക്ലിഫ് എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യ ചൈന ഒഫീഷ്യൽ ബൗണ്ടറിയെ മാക്മിഹാർ ലൈൻ എന്നും വിളിക്കും. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത് വരുന്നത് ഓഷനിലാണ്. ഓഷനിൽ ഇന്ത്യ ഷെയർ ബൗണ്ടറി അതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഷെയർ ചെയ്യുന്നത് എവിടെയാണ്? ശ്രീലങ്കയായിട്ടാണ്. അപ്പോൾ ശ്രീലങ്കയായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു കടലിടുക്ക് വരും. ഈ കടലിടുക്കിനെ വിളിക്കുന്ന പേരാണ് ഈ ഒരു കടലിടുക്കിനെ വിളിക്കുന്ന പേരാണ് എന്തുവാ? ഈ ഒരു കടലിടുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാക് സ്ട്രീറ്റ് എന്ന് വിളിക്കും. അത് പാക് സ്ട്രീറ്റ്. ഈ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഈ ഒരു സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് പാക് സ്ട്രീറ്റ് എന്ന് വിളിക്കും. അതല്ലാതെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ തൂത്തുക്കുടി, ഈ രാമേശ്വരം, ഇവിടെ ഇങ്ങനെ കറങ്ങി ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൾഫ് ഓഫ് മന്നാർ എന്ന് വിളിക്കും. ഗൾഫ് ഓഫ് മന്നാർ. ഈ ഗൾഫ് ഓഫ് മന്നാറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ രാമേശ്വരം ഇവിടെ കൂടെയാണ് പോകുന്നതെങ്കിലും ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു നാഷണൽ പാർക്കും ഉണ്ട്, ഒരു ബയോസ്ഫിയർ റിസർവും ഉണ്ട് ഈ ഗൾഫ് ഓഫ് മന്നാറിൻ്റെ ഈ ഏരിയയിൽ. അപ്പം ഈ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൾഫ് ഓഫ് മന്നാർ എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് പാക് സ്ട്രീറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയായിട്ട് ഇടയ്ക്കുള്ള സ്ട്രീറ്റിനെ വിളിക്കുന്ന പേരാണ് പാക് സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കടലിടുക്കാണ്. കടലിടുക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ശ്രീലങ്കയ്ക്ക് ഇതിനായിട്ടുള്ള സ്ട്രീറ്റിനെ വിളിക്കുന്ന പേര് പാക് സ്ട്രീറ്റ് എന്നും, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അതായത് ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഗൾഫ് ഓഫ് മന്നാർ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇത് ഈ രാമേശ്വരം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഏരിയയാണ് എന്ത് വിളിക്കുന്നത്? ഗൾഫ് ഓഫ് മന്നാർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ഈ വീഡിയോ തീർക്കാം. ഈ വീഡിയോ തീർക്കുന്ന മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അറേബ്യൻ സീയിൽ ഏതൊക്കെ സ്റ്റേറ്റാണ് വരുന്നത്, അത് ബേ ഓഫ് ബംഗാളിൽ ഏതൊക്കെ സ്റ്റേറ്റാണ് വരുന്നതെന്നും കൂടെ നോക്കിയിട്ട് നിർത്താം. കോസ്റ്റൽ ലൈൻ ഷെയർ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഷെയർ ചെയ്യുന്നത് ആരാണ്? ഗുജറാത്ത് ആണെന്ന് പറഞ്ഞു. അതേപോലെ ഏറ്റവും കുറച്ച് കോസ്റ്റൽ ലൈൻ ഷെയർ ചെയ്യുന്നത് ആരാണെന്ന് പറഞ്ഞു? നമ്മൾ ഗോവയാണെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നോക്കാം, ഈ ബേ ഓഫ് ബംഗാൾ അറേബ്യൻ സീയിൽ ഏതൊക്കെ സ്റ്റേറ്റാണ് കോണ്ടാക്ട് വരുന്നതെന്ന് നോക്കുമ്പോൾ അറേബ്യൻ സീയിൽ കോണ്ടാക്ട് വരുന്നത് ആദ്യം തന്നെ ഗുജറാത്ത്, രണ്ടാമത് വരുമ്പോൾ ഇവിടെ മഹാരാഷ്ട്ര വരും, അത് കഴിഞ്ഞതാ ഇവിടെ ഗോവ വരും,
അത് കഴിഞ്ഞ് ഇവിടെ എന്ത് വരും? കർണാടക വരും. കർണാടക വരും. അത് കഴിഞ്ഞ് ഇവിടെ കേരള വരും. അത് കഴിഞ്ഞ് ഇവിടെ ആയിട്ട് തമിഴ്നാട് വരും. അപ്പോൾ ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീയിൽ വരുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള, തമിഴ്നാട്. ഇത്രയും പേരാണ് ഇവിടെ വരുന്നത് അറേബ്യൻ സീയിൽ വരുന്നത്. ഇനി അടുത്ത് ബേ ഓഫ് ബംഗാളിലോട്ട് വരുമ്പോൾ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അതിവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ തമിഴ്നാട്, ഇവിടെ ആന്ധ്രാപ്രദേശ്, ഇവിടെ ഒഡീഷ, ഇപ്പോൾ ഒഡീഷ ഉണ്ട്. അത് കഴിഞ്ഞത് ഇവിടെ ആയിട്ട് എന്തുണ്ട്? വെസ്റ്റ് ബംഗാളുണ്ട്. അപ്പം വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇത്രയും ഭാഗങ്ങൾ ആണ് ബേ ഓഫ് ബംഗാളുമായിട്ട് ബൗണ്ടറി ഉള്ളത്, ബേ ഓഫ് ബംഗാളുമായിട്ട് ചേർന്ന് കിടക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇന്ത്യയുടെ സൗത്തിൽ തന്നെ ഒരു ഓഷനുമായിട്ടും ബന്ധമില്ലാതെ കിടക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അതാണ് തെലുങ്കാന. തെലുങ്കാനയ്ക്ക് എന്തില്ല? കോസ്റ്റൽ ലൈൻ ഇല്ല. എവിടെ നോക്കുമ്പോൾ സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ സൗത്ത് സ്റ്റേറ്റിൽ, അതായത് സൗത്ത് റീജിയനിൽ തെലുങ്കാനയ്ക്ക് എന്തില്ല? സൗത്ത് റീജിയനിലുള്ള സ്റ്റേറ്റുകളിൽ തെലുങ്കാനയ്ക്ക് മാത്രമാണ് എന്തില്ല? കോസ്റ്റൽ ആയിട്ട് ഒരു കോണ്ടാക്റ്റും വരാത്തത്. തെലുങ്കാന മാത്രമാണ്. തെലുങ്കാന ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഒരിതുമായിട്ട് കോസ്റ്റൽ ലൈൻ ഷെയർ ചെയ്യാത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡിൻ്റെയും കാര്യങ്ങൾ കുറച്ച് നോക്കാം.